ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. മനുഷ്യന് ഇതിനേക്കാളേറെ അഭിമാനിക്കാനായിട്ട് വേറൊന്നുമില്ല. നാം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ മനോഹാരിതയിലും സൃഷ്ടിക്കപ്പെട്ടവർ. എന്നാൽ ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആദത്തെയായിരുന്നു, പുരുഷനെയായിരുന്നു. അവനെല്ലാം നൽകി. ദൈവത്തിൻ്റെ എല്ലാം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. എന്നാൽ അവന് സംതൃപ്തി കിട്ടിയില്ല. സകലതിനും പേരുകൾ നൽകാൻ പോലും അവനോട് ആവശ്യപ്പെട്ടു. സകല സൃഷ്ടജാലങ്ങൾക്കും അവൻ പേരുകൾ നൽകി. എല്ലാ അധികാരവും അവൻ്റെ കരങ്ങളിലേക്ക് നൽകുകയാണ് സൃഷ്ടികളുടെ മേൽ. അവൻ സംതൃപ്തനല്ല. വിഷാദം അവൻ്റെ മുഖത്ത് അലയടിച്ചപ്പോൾ ദൈവം അവൻ്റെ കണ്ണുകളിൽ വേദനയുടെ ഏകാന്തതയുടെ കാഴ്ചകൾ കണ്ടപ്പോൾ അവനോടായി അവിടെ നിന്ന് പറഞ്ഞു, കുട്ടാ, നീ എന്തിനാണ് ഏകാന്തത അനുഭവിക്കുന്നത്? അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പിതാവായ ദൈവം തൻ്റെ സ്നേഹം അവന് വാരി കോരി കൊടുത്തു. നീ ഏകനായിരിക്കുന്നത് നന്നല്ല. നിന്റെ ചിരിയും തമാശകളും നിന്റെ മുഖത്തെ പ്രസന്നതയുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടുന്ന് പ്രസന്നതയുള്ള ആദത്തിനെ കൊതിച്ചു. അതുകൊണ്ട് അവനെ നോക്കിയ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവിടുന്ന് സ്നേഹത്തോടെ മന്ത്രിച്ചു, കുട്ടാ, നിനക്ക് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകാം. അവിടെ അവനോട് പറഞ്ഞത്, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകാം. നിന്നെപ്പോലെ നിനക്ക് തമാശകൾ പറയാനായിട്ട് നിന്റെ രീതിയിലുള്ള, നിന്നെപ്പോലെ ആകൃതിയും രൂപവും ഭാവവുമുള്ള ഒരാളെ നൽകാമെന്നല്ല ദൈവം പറഞ്ഞത്, ചേർന്ന ഇണയെ. ആ ചേർന്ന ഇണയ്ക്ക് വേണ്ടി ആദം വീണ്ടും കാത്തിരിക്കുകയാണ്. നിരാശയുടെ വീണ്ടുമുള്ള കാത്തിരിപ്പ്. അങ്ങനെ താൻ എവിടെയൊക്കെയോ ചുറ്റപ്പെട്ട് കഴിയുന്നു. തൻ്റെ മുൻപിൽ ഒന്ന് മാത്രമാണ് ഒരു വഴി, ഒരേ ഒരു വഴി മാത്രം. ബാക്കി 3 വശങ്ങളും അടയ്ക്കപ്പെട്ടതുപോലെ അവന് തോന്നുകയാണ്. അവൻ ചിന്തിച്ചു, ഞാൻ എവിടെയോ അടയ്ക്കപ്പെടുന്നു. അറിയാതെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. അവൻ ചാടി എഴുന്നേറ്റ് കണ്ണുകൾ തുറക്കുമ്പോഴും 3 കോട്ടവാതിലുകൾ അവന് ചുറ്റുമുണ്ട്. അവയെല്ലാം അടയ്ക്കപ്പെട്ടതാ. അവനൊരു വഴി മാത്രം. അവൻ ആ ഒരു വഴിയിലൂടെ പുറത്തേക്ക് കടക്കാൻ അവൻ ചാടുകയാണ്. അവൻ്റെ ആ ചാട്ടത്തിൻ്റെ മുൻപിൽ ഇതാ അവൻ്റെ മുൻപിൽ ദൈവം ഹവ്വായെ കൊണ്ടുവന്ന് നിർത്തി. വചനം നമ്മളോട് പറയുന്നു, 2-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് 18 തൊട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു വരുമ്പോഴാ നമ്മൾ കാണുന്നുണ്ട്, ആദത്തിൻ്റെ മുമ്പിൽ ഹവ്വായെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ആദത്തിൻ്റെ മുൻപിൽ അവൻ്റെ അടഞ്ഞു കിടക്കുന്ന 3 വാതിലുകളും മാറ്റി നിർത്തിക്കൊണ്ട് തുറക്കപ്പെട്ട വാതിലിൻ്റെ മുൻപിൽ ഹവ്വായെ കൊണ്ടുവന്ന് നിർത്തുന്നു. അവന് മുന്നോട്ട് പോകണമെങ്കിൽ അവളെ നോക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവന് മുന്നോട്ട് നടക്കണമെങ്കിൽ അവളെ തൊടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതാ അവനവളെ ആകാംക്ഷയോടെ കണ്ണുകൾ തുറന്ന്, അവൻ്റെ കണ്ണുകൾ വിരിഞ്ഞു. അവനിങ്ങനെ ആ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ഉള്ള സംഗീത പെരുമഴയായി. അവൻ്റെ ചുണ്ടുകൾ രാഗവും താളവുമുള്ള ഗാനാലാപനമായി. അവളെ ചേർത്ത് പിടിച്ചവൻ. എന്നിട്ട് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അവളെ നോക്കിക്കൊണ്ട് അവൻ ലോകത്തിലെ ആദ്യത്തെ പ്രണയഗീതം, the first love poem of the universe, ലോകത്തിലെ ആദ്യത്തെ പ്രണയ സംഗീതം, കാവ്യം അവൻ ആലപിച്ചു. ഒടുവിലിതാ at last
the bone of my bones, flesh of my flesh. ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും ചേർത്ത് അവളെ ആലിംഗനം ചെയ്തു. എങ്ങനെ ലോകത്തെ ആദ്യത്തെ ദാമ്പത്യം ചിറകു വിരിച്ചു. ദൈവത്തിൻ്റെ സന്നിധാനത്തില് ദൈവവും കൂടി ചേർന്നുകൊണ്ട് ആദവും ഹവ്വായും അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായി തീർന്നു. അന്ന് ദൈവം ആഗ്രഹിച്ചു പുരുഷനും സ്ത്രീയും മാത്രമല്ല വിവാഹിതരാകുന്നത്, അവരോടൊപ്പം ദൈവമുണ്ട്. അവര് 2 പേരല്ല, അവർ 3 പേരാണ് ഒന്നാകുന്നത്. എന്നാൽ സമൂഹത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു, കാലഘട്ടങ്ങളിൽ മാറ്റങ്ങളായി. അപ്പോൾ പുരുഷന്റെയും സ്ത്രീയുടെയും മനസ്സിൽ തെറ്റിദ്ധാരണകൾ വന്നു. അതിനൊത്തിരി കാലം കാത്തിരിക്കേണ്ടി വന്നില്ല. ആദവും ഹവ്വായും ദൈവത്തെ കൈവിടാൻ ശ്രമിച്ചു. അവർ ദൈവത്തെ കൈവിട്ടു. ദൈവമില്ലെങ്കിലും ഞാൻ എൻ്റെ ഹവ്വായുടെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ അസ്ഥികൾ പോലും അവൾക്ക് വേണ്ടിയാണല്ലോ തുടിക്കുന്നത്. ആദത്തിന്റെ മനസ്സ് പറഞ്ഞു. ഹവ്വായുടെ മനസ്സും ആദത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആദം, ഓ മൈ ഡാർലിംഗ്, എൻ്റെ പ്രിയപ്പെട്ടവനെ, നിന്റെ അടുത്ത് വരുമ്പോ, നീ എൻ്റെ അടുത്തേക്ക് വരുമ്പോ എൻ്റെ ശരീരം പോലും നിനക്ക് വേണ്ടി ദാഹിക്കുന്നു. ഇവിടെ അവർ ദൈവത്തെ കൈവിട്ടു. അവിടെ അവർ പുരുഷന്റെ അസ്ഥിക്ക് വേണ്ടിയും സ്ത്രീയുടെ ശരീരത്തിനു വേണ്ടിയും അവർ കൊതിച്ചു. ദാമ്പത്യത്തില് ഒരു തെറ്റായ രീതി അവരിലൂടെ തന്നെ ആരംഭിച്ചു. ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോകുന്നു. സഹിക്കാൻ പറ്റാത്ത ദൈവം വിതുമ്പിക്കൊണ്ട് അവരെ അന്വേഷിച്ചിറങ്ങുകയാണ്. കാണുന്നില്ല അവരെ. അവിടെ നിന്ന് വിളിച്ചു, ആദം, എൻ്റെ പ്രിയ മോനെ, നീ എവിടെയാടാ? ആദം, എൻ്റെ ഉണ്ണിക്കുട്ട, നീ എവിടെയാടാ? ദൈവം സ്നേഹത്തോടെ വിളിച്ചു. വിളി കേട്ടില്ല. കാരണം ദൈവം തങ്ങളുടെ ഇടയിലേക്ക് വന്നാൽ എവിടെയോ തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന് അവർ ധരിച്ചു. എന്നാൽ അവർ അറിഞ്ഞില്ല അതിൽ വലിയ പൈശാചിക ബന്ധനമുണ്ടെന്ന് അവർ മനസ്സിലാക്കിയില്ല. അങ്ങനെ അവർ പരസ്പരം 2 പേരും 2 ഭാഗങ്ങളിലായിട്ട് ഓടിയൊളിക്കുന്നു. അവിടെയാണ് വീണ്ടും ദൈവം വിളിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരിക. ദൈവം അവരുടെ അടുത്തേക്ക് അപ്പോൾ വരാനൊരു സാഹചര്യമുണ്ട്. നമ്മളൊന്ന് വെറുതെ ധ്യാനിക്കുമ്പോൾ തോന്നുന്ന ഒരവസ്ഥയാണ് കേട്ടോ. ഒളിച്ചിരുന്ന ആദം, ദൈവം വിളിച്ചപ്പോൾ ആദ്യം വരാതിരുന്ന ആദം വീണ്ടും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരികയാണ്. കാരണം അത്രയും നേരം എൻ്റെ അസ്ഥി നിനക്ക് വേണ്ടി തുടിക്കുന്നു, എൻ്റെ മാംസം നിനക്ക് വേണ്ടി ദാഹിക്കുന്നു എന്ന മനുഷ്യൻ്റെ തെറ്റായ ജ്വൽപ്പനങ്ങള്, തെറ്റായ സംസാരങ്ങള്, അതിൽ അവർക്കൊരു വേദന അനുഭവപ്പെട്ടു. എല്ലാം പറഞ്ഞ ആദം നോക്കുമ്പോൾ ഹവ്വായെ കാണുന്നില്ല. എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ മാംസം തുടിക്കേണ്ട അവളെ കാണുന്നില്ല. ആദവും മാറി നിൽക്കുകയാണ്. ഹവ്വായുടെ അടുത്ത് നിൽക്കുമ്പോൾ അസ്ഥി തുടിക്കുന്ന, അസ്ഥികൾ പോലും പൂക്കുന്ന ആദത്തിന് അവളുടെ സാമീപ്യം വേണ്ട. അപ്പോഴാണ് അവർ 2 പേരും അകലാൻ തുടങ്ങുമ്പോൾ അവർ അന്വേഷിക്കുന്നു, എവിടെ? എന്നെ വിളിച്ച ദൈവം എവിടെ? എന്നെ വിളിച്ച ദൈവം എവിടെ? അപ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു വലിയ യാഥാർത്ഥ്യത്തിൻ്റെയും സത്യത്തിൻ്റെയും മുൻപിലാണ്. ദൈവത്തെ കൂടാതെ മനുഷ്യൻ പുരുഷനും സ്ത്രീയുമായി വിവാഹത്തെ സ്വീകരിച്ചപ്പോൾ അവൻ്റെ വിവാഹ ജീവിതത്തില്, അവൻ്റെ ദാമ്പത്യത്തില്, അവൻ്റെ കുടുംബത്തില് അപസ്വരങ്ങൾ ഉണ്ടായി, അവിശ്വസ്തതയുണ്ടാകുന്നു, സ്നേഹം നഷ്ടപ്പെടുന്നു,
മകനും തമ്മിൽ യുദ്ധക്കളങ്ങൾ ഉണ്ടാക്കുന്നു. വീട്ടില് പരസ്പരം വെട്ടിമുറിക്കുന്നു, കുത്തിക്കീറുന്നു, കൊന്ന് പാടത്തേക്ക് വലിച്ചെറിയുന്നു. നോക്കുക, അന്നത്തെ തുടർച്ചയല്ലേ ഇന്നും നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം അന്ന് തുറന്നു വെച്ച മനുഷ്യന് നൽകിയ ധാർമ്മികതയുടെയും സത്യത്തിൻ്റെയും അടിസ്ഥാന മൂല്യങ്ങളടങ്ങുന്ന ആ മനോഹര ഗ്രന്ഥം മനുഷ്യൻ സ്വീകരിച്ചില്ല. അതിലെ വചനങ്ങൾ മനുഷ്യൻ നെഞ്ചിലേക്ക് ചേർത്ത് വച്ചില്ല. ആ ദുർവിധി ഇന്നത്തെ സമൂഹത്തിൽ ദാമ്പത്യത്തിൽ അരങ്ങേറുകയാണ്. നമ്മുടെ ദമ്പതികളുടെ ഇടയിൽ, നമ്മുടെ ദാമ്പത്യത്തിൻ്റെ ഇടയിൽ അവർ തമ്മിൽ കലഹിക്കുന്നു. അവിശ്വസ്തത. കല്യാണത്തിന് മുൻപ് വർഷങ്ങൾ സ്നേഹിച്ച് നടക്കുന്ന യുവതി യുവാക്കന്മാർ ഹൈസ്കൂൾ പഠന കാലഘട്ടത്തിൽ, UP സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പ്രേമത്തിൻ്റെ കിനാവ് കണ്ട് വളരുന്ന യുവതി യുവാക്കൾ മാരേജ് കോഴ്സിലൊക്കെ ചെറുപ്പക്കാർ പങ്കെടുക്കാൻ വരുമ്പോൾ എത്ര വർഷമായി നിങ്ങൾ തമ്മിൽ പ്രേമം തുടങ്ങിയിട്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞെട്ടിപ്പോകാറുണ്ട്. 16 വർഷം. ഇപ്പം എത്ര വയസ്സായി? 28 വയസ്സ്. ഒന്ന് ചിന്തിക്കണേ, നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? എന്ന് തുടങ്ങി ഈ പ്രേമം, എന്നിട്ട് കല്യാണം കഴിച്ചിട്ടോ? അവർ പ്രേമിച്ചത് മുഴുവനും ഒരുമിച്ച് നടക്കാനാണ്. അവർ പ്രേമിച്ചത് മുഴുവനും തട്ടി ഉരുമി നടക്കാനാ. അവർ പ്രേമിച്ചത് മുഴുവനും സാറായെ യുവാക്കന്മാർ ഭാര്യയായി സ്വീകരിച്ച് 7 ഭർത്താക്കന്മാരായി അവർ മാറുന്നു. ആദ്യ രാത്രിയിൽ മണവറയിൽ അവർ മരിച്ചു വീഴുന്നു. കാരണം സാറ എന്ന ആ സുന്ദരി ആ കാലഘട്ടത്തിലെ റഘുബേലിന്റെ മകളായിരുന്നു, ആ ദേശത്തെ ഏറ്റവും സുന്ദരി. തോബിത്തിന്റെ പുസ്തകം പറയുക, മനോഹരമായ സുന്ദരിയായ പെൺകുട്ടി, ആരും നോക്കിപ്പോകുന്ന പെൺകുട്ടി, ഏത് പ്രായക്കാരനും കണ്ണുവെട്ടാതെ നോക്കുന്ന സുന്ദരി. അവളുടെ ശരീരത്തോടായിരുന്നു അവളെ വിവാഹം ചെയ്യാൻ വന്ന 7 വ്യക്തികൾക്കും താല്പര്യം. അതിരാത്രിയിൽ മുറിയിൽ കയറുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയാനായിരുന്നില്ല. എൻ്റെ അടുത്തേക്ക് വരുന്ന എൻ്റെ പ്രിയപ്പെട്ടവള്, ദൈവമേ, നീ എനിക്ക് നൽകിയ ഭാഗ്യമാണ്, നീ എനിക്ക് നൽകിയ ദ പ്രഷ്യസ് ഗിഫ്റ്റ്, വിലമതിക്കാനാവാത്ത സമ്മാനം. എനിക്ക് പറയാൻ പറ്റിയില്ല എങ്ങനെ അവർ അവളുടെ ശരീരത്തെയാണ് നോക്കിയത്. വാതിലുകൾ അടഞ്ഞു വീഴുമ്പോഴേക്കും അവളുടെ ശരീരത്തിലെ തുടിക്കുന്ന ഭാഗങ്ങളിലേക്കാണ് അവർ കണ്ണുകൾ നട്ടത്. അന്നോട്ടം തന്നെ ആ മുറിയിൽ, ആ മണവറയിൽ അവർ മരിച്ചു വീഴേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ യുഗത്തിലും പലപ്പോഴും സംഭവിക്കുന്നത്. കല്യാണത്തിന് മുൻപ് ആഘോഷമായിട്ട് ജീവിക്കുന്നു. വിവാഹം കഴിക്കുന്നതിന് മുൻപ്, വിവാഹത്തിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ടവൾക്ക്, എൻ്റെ പ്രിയപ്പെട്ടവന് ഞാൻ നൽകേണ്ട ഏറ്റവും വിശിഷ്ടവും ശ്രേഷ്ഠവുമായ സമ്മാനമാണ് എൻ്റെ ശരീരം. എൻ്റെ ലൈംഗിക അവയവങ്ങൾ ദൈവം എനിക്ക് നൽകുമ്പോൾ അവ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവന്, എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് സ്വയം ദാനമായി, സെൽഫ് ഗിഫ്റ്റ്, സ്വയം ദാനമായി ഞാൻ നൽകണം. ഞാൻ നൽകേണ്ടത് ഒരിക്കൽ പോലും എന്നെ കേൾക്കുന്ന നിങ്ങളാരും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ വേണ്ടപ്പെട്ടവർക്കോ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ മറ്റൊരാൾ ഉപയോഗിച്ച ഷർട്ട് പൊതിഞ്ഞു കൊടുക്കില്ല, മറ്റൊരാൾ ഉപയോഗിച്ച ചുരിദാർ പൊതിഞ്ഞു കൊടുക്കില്ല, സാരി പൊതിഞ്ഞു കൊടുക്കില്ല. അതൊരു വിശിഷ്ട സമ്മാനമാണെങ്കിൽ ആരും ഉപയോഗിക്കാത്ത ഒരു ഷർട്ട്, ആരും ഉപയോഗിക്കാത്ത ഒരു ചുരിദാർ,
ഇതാണ് വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത ആരും ഉപയോഗിക്കാത്തത്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ആരും ഉപയോഗിക്കാത്ത ശരീരം കൊടുക്കുന്നതിന് പകരം ഈ കാലഘട്ടത്തില് യുവതി യുവാക്കന്മാര് വിവാഹത്തിന് മുൻപ് തങ്ങളുടെ ശരീരത്തെ, വിശുദ്ധമായ ശരീരത്തെ, കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ അവയവങ്ങളാണു നിങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങൾ എന്ന് നമ്മെ പഠിപ്പിച്ചു തന്നപ്പോഴ്, വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നപ്പോഴ് ബോധ്യങ്ങൾ സ്വീകരിച്ചു കൊണ്ട് നമ്മൾ പറഞ്ഞു ആമേൻ, ആമേൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാകുന്ന നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും, ഈ പീഡാനുഭവ കാലത്ത് ചിന്തിക്കാം, ഓരോ അവയവങ്ങളെയും വൃത്തിഹീനമാക്കിക്കൊണ്ട്, ജഡികാസക്തിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് വിവാഹത്തിന് മുൻപ്, വിവാഹത്തിന് ശേഷം നൽകേണ്ട അവിശിഷ്ട സമ്മാനത്തെ തകർക്കുകയാണ്, തരിപ്പണമാക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യൂറോപ്പിലില്ലേ, അമേരിക്കയിലില്ലേ? യൂറോപ്പല്ല സഭ, അമേരിക്കയല്ല സഭ, ക്രിസ്തുവാണ് എൻ്റെ സഭ. ക്രിസ്തുവിലെ ലഹരിയാണ് എൻ്റെ സഭ. ക്രിസ്തുവിന്റെ പ്രണയമാണ് എൻ്റെ സഭ. യൂറോപ്പും അമേരിക്കയും ഓസ്ട്രേലിയയും ഒക്കെ ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ട് അവിടെയില്ലേ എന്ന് ചോദിക്കുന്നത് ഉത്തരം കിട്ടാതെ കൊഞ്ഞനം കാണിക്കുന്ന ചില കുരുത്തക്കേടുകളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ യുവതി യുവാക്കള് ഇന്ന് മാറുകയാണ്. അവർ തങ്ങളുടെ ശരീരത്തെ പോലും വൃത്തിഹീനമാക്കിക്കൊണ്ട് ദാമ്പത്യത്തിൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഈ 16 കൊല്ലമൊക്കെ ഒരുമിച്ച് പ്രേമിച്ച് നടന്നവന് തെറ്റിദ്ധാരണ വരുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവള് വേറെ ഒരുത്തനുമായിട്ട് വർത്തമാനം പറയുന്നത് കൂടുതലായി തോന്നിയാൽ അവൻ തക്കം നോക്കിയിരിക്കുക, ചോദ്യവും പറച്ചിലുമില്ല, അവളെ കൊന്നുകളയുക. കേരളത്തിൽ പെരുകുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ കൊലപാതകങ്ങള്, ആത്മഹത്യകള്, പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ചുട്ടുകരിച്ച് കൊന്നുകളയുന്ന നിഷ്ഠൂര ജീവികള് എന്ന് ഞാൻ പറഞ്ഞാൽ, തമ്പുരാനെ എന്നോട് പൊറുക്കണേ, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദാമ്പത്യം, ഇനി ആ ദാമ്പത്യത്തിൽ നിന്ന് ജനിക്കുന്ന മക്കളുണ്ട്, ആ ദാമ്പത്യത്തിൽ നിന്ന് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുണ്ട്, അപ്പൻ്റെയും അമ്മയുടെയും അവിശ്വസ്തതയിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങള്. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ ഒന്നെങ്കിൽ അപ്പൻ ഒരു വശത്ത് പിടിക്കും, അമ്മ മറുവശത്ത് പിടിക്കും. അപ്പൻ്റെ വാവയാണ്, അമ്മയുടെ പൊന്നാണ്. അമ്മയ്ക്ക് മോനില്ലെങ്കിൽ ആരുണ്ടാവുക? അപ്പന് മോള് മാത്രമേ ഉള്ളൂ. അങ്ങനെ മക്കളെ തരം തിരിച്ചുകൊണ്ട് വചനം പറഞ്ഞ വാക്കുകൾ ദമ്പതികൾ മറക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാർ മറക്കുന്നു. വിവാഹം കഴിക്കുമ്പോൾ ഉൽപ്പത്തി 2:23 പറയുകയാണ്, പുരുഷനും സ്ത്രീയും അവരൊന്നായി തീരണമെന്ന് പറയുന്നുണ്ട്, ഏക ശരീരമായി തീരണം. അതിനെങ്ങനെ? പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുന്നു, പിന്നീടാണ് അവർ ഏക ശരീരമാവുകയുള്ളൂ. സങ്കീർത്തനം 40:10-11 പറയുന്നു, മകളെ ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറന്നു കളയുക, എന്നിട്ട് രാജകുമാരനോട് ചേരുക. അപ്പോൾ രാജകുമാരൻ നിന്റെ അഴകിൽ സംപ്രീതനാകും. എന്ന് വെച്ചാൽ
എന്ന് വെച്ചാൽ അതുവഴി നീ അതീവ സുന്ദരിയായി തീരും മോളെ. സങ്കീർത്തനം പറയാ. എന്ന് വെച്ചാൽ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ പ്രഥമമായിട്ട് അവർ നൽകേണ്ട സ്ഥാനം, എൻ്റെ പ്രിയപ്പെട്ടവളിൽ, എൻ്റെ പ്രിയപ്പെട്ടവനിൽ ഞാൻ ക്രിസ്തുവിനെ ദർശിക്കണം. ഞാൻ ക്രിസ്തുവിനെ ദർശിക്കണം. ആ ക്രിസ്തുവിനെ ഞാൻ കണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവളിൽ ക്രിസ്തുവിനെ കണ്ട് ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുത്ത് ക്രിസ്തുവിന് നൽകുന്ന പ്രഥമ സ്ഥാനം എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ക്രിസ്തുവിലൂടെ ഞാൻ നൽകണം. എൻ്റെ പ്രിയപ്പെട്ടവന് ക്രിസ്തുവിന് നൽകുന്ന പ്രഥമ സ്ഥാനം ഞാൻ എൻ്റെ ക്രിസ്തുവിനെ എൻ്റെ പ്രിയപ്പെട്ടവളിൽ കണ്ട് ഞാൻ നൽകണം. എന്ന് വെച്ചാൽ ദമ്പതികൾ പരസ്പരം ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായകളാണ്. അങ്ങനെ അവര് രണ്ടുപേരുമാണ് ജീവിതത്തിലെ വാർദ്ധക്യത്തിലെത്തി. തോബിയാസ് പ്രാർത്ഥിച്ചതുപോലെ വാർദ്ധക്യത്തിലെത്തി പരസ്പരം പ്രണയിച്ച് അവളോടുള്ള പ്രണയം പൂത്ത് പുഷ്പിക്കാൻ ദൈവമേ ഈ ദാസരോട് കരുണയായിരിക്കണേ. ഇന്ന് ഇവിടെ ഇരുന്ന എന്നെ ശ്രവിക്കുന്ന ഈ ദമ്പതികളൊന്ന് ചിന്തിക്കേ, ഇതാണോ എൻ്റെ പ്രാർത്ഥന? അതോ മറിച്ച് വാർദ്ധക്യത്തിലെത്തി പരസ്പരം പ്രണയിച്ച് ഒരു ദിവസം മരിച്ച് ഒരു ദിവസം സംസ്കരിക്കപ്പെടുവാൻ കൊതിക്കുന്ന എത്ര ദമ്പതികൾ ഈ കൂട്ടത്തിലുണ്ടെന്ന് നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നെ കേൾക്കുന്നുണ്ട്, എൻ്റെ മക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും പ്രഭാതത്തിൽ ഉണർന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതാണ്? വാർദ്ധക്യത്തിലെത്തി പരസ്പരം പ്രണയിച്ച് പരസ്പരം ഞങ്ങളുടെ പ്രണയത്തിന്റെ പൂക്കൾ പുഷ്പിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച തിരുവിവാഹം എന്ന കുദാശയുടെ പരിശുദ്ധമായ സ്നേഹത്തെ സുവിശേഷമാക്കി അനേകർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഒരു ദിവസം മരിച്ച് ഒരു ദിവസം സംസ്കരിക്കപ്പെടുവാൻ ഇട നൽകണേ എന്ന് ഞാനും ടെസ്സിയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ചില ദിവസം ടെസ്സി ഈ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ എന്നെ വിളിച്ച് പറയും, പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല കേട്ടാ, പക്ഷേ മുമ്പ് എന്നെയും കൊണ്ട് പോണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നുള്ളൂ എന്ന്. അതൊരാഗ്രഹമാണല്ലോ, മനുഷ്യൻ്റെ ആഗ്രഹമാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഭാര്യ ആഗ്രഹിക്കുന്നത്, ഭർത്താവ് ആഗ്രഹിക്കുന്നത്, ഭാര്യ ചിന്തിക്കുന്നത്, ദൈവമേ എത്രയോ നല്ല മനുഷ്യരെയാണ് നീ അങ്ങോട്ട് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ദുഷ്ടനായ എൻ്റെ ഭർത്താവിനെ നീയൊന്നും എടുക്കുന്നില്ലല്ലോ. ഇതും കഴിഞ്ഞിട്ട് ഉടനെ വചനം നിവർത്തും, സുവിശേഷം നിവർത്തും. എന്നിട്ട് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 5 തുടങ്ങുന്ന വാക്യങ്ങൾ വായിക്കും. വിവാഹത്തെപ്പറ്റി ക്രിസ്തു പറഞ്ഞ മനോഹരമായ അതിസുന്ദരമായ പ്രണയവാക്യങ്ങൾ കണ്ടെത്തും. പക്ഷെ ഉള്ളിതാ, ഭർത്താക്കന്മാർക്ക് ദീർഘായുസില്ല, അവർ പെട്ടെന്ന് മരിക്കുന്ന പറയാറ് പല പുരുഷന്മാരും. അപ്പം അതുകൊണ്ട് ഭർത്താക്കന്മാർക്കൊരു പേടിയാ, വേഗം പോകുമെന്ന്. അതുകൊണ്ട് പറയുന്നത്, ദൈവമേ അവളെ എടുത്താൽ എന്നെ എടുക്കരുത്, കാരണം ഈ വീടൊക്കെ ഇങ്ങനെ അനാഥമായി പോകാതിരിക്കാൻ ഞാൻ വേണമെന്നാ ഒരു ഭർത്താവ് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങേര് എന്നോട് വന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ദാമ്പത്യ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവനാണ്, എൻ്റെ പ്രിയപ്പെട്ടവൾക്കാണ് ക്രിസ്തുവിനോടൊത്ത് പ്രഥമ സ്ഥാനം ഞാൻ നൽകേണ്ടത്. പെൺകുട്ടികളോട് ഇത് തന്നെയാണ് പറഞ്ഞത്. മകളെ, നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും നീ മറന്നു കളയേ. നിന്റെ വീട്, എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് അവിടെ താമസിക്കണം, എൻ്റെ അപ്പൻ്റെ കൂടെ താമസിക്കണം, നീ മറക്ക്. എന്നിട്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നിന്റെ പ്രിയപ്പെട്ടവനെ നീ സ്നേഹിക്കേ. നിന്നെ കൈവെള്ളയിലെടുത്ത് അവൻ നിന്റെ അപ്പൻ്റെ അമ്മേനെ എടുത്ത് കൊണ്ടാക്കും. അവൻ കൈവെള്ളയിലെടുത്ത് നിന്റെ അപ്പനെ അമ്മേനെ അവൻ പോയി ശുശ്രൂഷിക്കുമ്പോ നിന്നെ എടുത്തിട്ട് അവൻ പോവാ. കാരണം
പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ അവനെ സ്നേഹിക്കുന്നു എന്ന് അവൻ അനുഭവിച്ചറിയുകയാണ്. നീ ലഹരിയാവുകയാണ് അവന്. നീ ലഹരിയാവുകയാണ്, ആനന്ദത്തിൻ്റെ ലഹരി. അപ്പോൾ ദാമ്പത്യം ഒരാനന്ദത്തിൻ്റെ ലഹരിയായിട്ട് മാറ്റണം. അതിന് പ്രഥമമായിട്ട് ക്രിസ്തുവിൻ്റെ പ്രഥമമായ സ്ഥാനമാണ് പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവൾക്കും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നീ നൽകേണ്ടത്.